നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1058th day. Today 7th sloka of Pradhamaskandam 14th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1058 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ ഹൃദാസുതം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ഓം തത്സത്. യുധിഷ്ഠിര ഉവാച സംപ്രേഷിതോ ദ്വാരകായാം ജിഷ്ണുർബ്രഹ്മദുദിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിശേഷ്ഠിത. ഓം തത്സത്. യുധിഷ്ഠിര ഉവാച സംപ്രേഷിതോ ദ്വാരകായാം ജിഷ്ണുബന്ധുദിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിശേഷ്ഠിതം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് സംപ്രേഷിതോ ദ്വാരകായാം ജിഷ്ണു ബന്ധു ദിദൃക്ഷയ ജിഷ്ണു ബന്ധു ദിദൃക്ഷയ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിശേഷ്ഠിതം. അതായത് ബന്ധു ദിദൃക്ഷയ ബന്ധുക്കളെ കാണുവാനുള്ള ആഗ്രഹം കൊണ്ടും പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ പുണ്യകീർത്തിമാനായിട്ടുള്ള കൃഷ്ണൻ്റെ വിജയഷ്ഠിതം വ്യാപാരത്തെ ജ്ഞാതും ച അറിവാനായിക്കൊണ്ടും ജിഷ്ണു അർജുനൻ ദ്വാരകയിൽ സംപ്രേഷിത അയക്കപ്പെട്ടു. അതായത് ഇപ്പോൾ മുന്നേ പറഞ്ഞ ഇതാണ് 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന അതേതാണ്. കൃഷ്ണനെ കാണാൻ വേണ്ടി പോയ അർജുനനെ കുറേ നാളായിട്ട് കാണാതിരിക്കുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ കുറേ ദുർനിമിത്തങ്ങളൊക്കെ അവിടെ കാണുകയും ചെയ്യുന്നു. കലിയുടെ ആവിർഭാവം ആയിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു എന്നൊക്കെ ധർമ്മപുത്രർക്ക് തോന്നുകയാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ സഹോദരനായിട്ടുള്ള ഭീമനോട് ഇപ്രകാരം പറയുന്നതാണ് സന്ദർഭം. അതായത് പറയുകയാണ്, ഈ ബന്ധുക്കളെ കാണാനുള്ള ആഗ്രഹം മുന്നേ പറഞ്ഞൊരു ശ്ലോകത്തിലുള്ള അതായത് ബന്ധുക്കളെ കാണാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിറഞ്ഞ പുണ്യശ്ലോകങ്ങൾ കൊണ്ട് പുണ്യങ്ങൾ കൊണ്ട് ശ്ലോകം എന്ന് പറഞ്ഞാൽ പുണ്യം കൊണ്ട് കീർത്തിമാനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ വ്യാപാരങ്ങളെ അറിയാനായിക്കൊണ്ടും അർജുനനെ ദ്വാരകയിലേക്ക് അയച്ചു എന്ന് പറയുകയാണ്. ഇവിടെ കാണുന്ന ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടാവുകയും അർജുനൻ തിരിച്ചു വന്നിട്ടില്ല എന്ന് കാണുകയും ചെയ്യുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു വിഷമം തോന്നിയ ധർമ്മപുത്ര ഭീമനോട് കഴിഞ്ഞ കുറേ ശ്ലോകങ്ങൾ 4-5 ശ്ലോകങ്ങളിലായിട്ട് അവിടെ കാണുന്ന ഹസ്തിനപുരത്തിലും ഇന്ദ്രപ്രസ്ഥത്തിലുമൊക്കെ കാണുന്ന ദുർനിമിത്തങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ കണ്ടിട്ട് കലി എത്തിച്ചേർന്നുവോ എന്നുള്ള ശങ്ക ധർമ്മപുത്രർക്ക് തോന്നുകയും കലികാലമാണ് ഇത്രയും മോശമായിട്ട് കാണപ്പെടുന്നത് എന്ന് തോന്നിയിട്ട് ഭീമനോട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നതാണ് അടുത്ത കുറച്ച് ശ്ലോകങ്ങളിൽ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ പറയുകയാണ്, ദ്വാരകയിലേക്ക് അർജുനനെ അയക്കപ്പെട്ടു. കൃഷ്ണനെയും മറ്റു ബന്ധുക്കളെയുമൊക്കെ കാണാനും കൃഷ്ണൻ്റെ വിജയഷ്ഠിതങ്ങളെ അറിയാനും വേണ്ടി ദ്വാരകയിലേക്ക് അർജുനൻ പോയി എന്ന് പറയുക. അർജുനെ അയച്ചു എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. യുധിഷ്ഠിര ഉവാച സംപ്രേഷിതോ ദ്വാരകായ ജിഷ്ണുർബന്ധുദിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിജേഷ്ഠിതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുകയാണ്.
ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.